രാജു അടക്കം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട രക്ഷാധികാരി സി ഡി മോഹൻ അടക്കം ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല, സമയം വളരെ വൈകിട്ടുണ്ട്. എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ നേതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ആദ്യമായി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. എന്താണ് കാരണമെന്ന് നിങ്ങൾക്കറിയാം. സംസ്ഥാന ഗവൺമെന്റ് അദ്ദേഹത്തെ പട്ടികജാതി ഉപദേശക സമിതിയിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നമ്മളെല്ലാം ഏറെ അഭിമാനത്തോടെയാണ് അത് പങ്കുവെക്കുന്നത്. കാരണം സംസ്ഥാന തലത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് ഉപദേശങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ, അവർ ഈ സമിതി വെക്കുന്ന നിർദ്ദേശങ്ങളാണ് വകുപ്പ് മന്ത്രി ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അദ്ദേഹത്തിന്റെ വലിയൊരു കഴിവ് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ വലിയൊരു നേതൃത്വം നമുക്കറിയാം. അതോടൊപ്പം തന്നെ AKCHMSന് ഗവൺമെന്റ് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമായി നമുക്കിതിനെ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ 134ാമത് അംബേദ്കർ ദിനം വളരെ സമുചിതമായിട്ടാണ് AKCHMS ആചരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ വിട്ടുറപ്പുള്ള സംഘടനയാണ്. രൂപീകൃതമായതിനു ശേഷം സംസ്ഥാനത്തുടനീളം നിറഞ്ഞു നിൽക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു സംഘടന. സത്യത്തിൽ അജയ്യമായ ഒരു നേതൃത്വമാണ് നമ്മുടെ സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വക്കീൽ സാറുമായിട്ട് സംസാരിച്ചപ്പോൾ വനിതാ സമ്മേളനം പാലായിൽ നടത്താൻ പോവുകയാണ്. അതെല്ലാം ഒരു ചരിത്ര സംഭവമായി മാറും. അപ്പൊ തീർച്ചയായിട്ടും ആ കരുത്തുറ്റ നേതൃത്വത്തിന്റെ ഈ നേതൃത്വത്തിനോടൊപ്പം മുഴുവൻ അംഗങ്ങളും അണിനിരുന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായി AKCHMSന് മാറാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസകൾ നേരുകയാണ്.